ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന സെലക്ഷൻ കാണാം. ഓൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ബീഫിൻ്റെ മസാലയാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ കുക്കറിലേക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുക, നമുക്ക് ഇഷ്ടമുള്ള എടുക്കുക. അതിലേക്ക് 4 മീഡിയം സവാള, 5 പച്ചമുളക് കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായി വാടിയ ശേഷം ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം തക്കാളി, അതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ ബീഫ് കായം പാറ്റി വെച്ചിട്ടുണ്ട്. അതായത് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അല്പം നല്ല ജീരകത്തിൻ്റെ പൊടി കൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കായം പാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവാളയുടെ കൂട്ടിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു പിടി മല്ലിയിലയും പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ആദ്യം തന്നെ പാത്രത്തേക്ക് നെയ്യ് ഒഴിച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള പൊരിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ചോറുണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഹോൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ചെറിയൊരു സവാള ഇട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ 4 കപ്പ് ബസ്മതി റൈസ് എടുത്തേക്കുന്നത്. ഞാൻ വെച്ച് ഊറ്റിയാണ് എടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത് നമുക്ക് വെച്ച് ഊറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ മസാലയും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദമ്മിട്ട് കൊടുക്കാം. ദമ്മിടാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതായത് ആദ്യം തന്നെ ഒരല്പം മസാല ഇടുക, പിന്നെ ചോറിടുക, പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും വിതറി കൊടുക്കുക, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇഷ്ടത്തിന് ദമ്മിട്ട് കൊടുക്കാം. അങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഞാൻ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒരു ചെറിയൊരു എരിവ് നല്ല ടേസ്റ്റാണ്, അതൊന്ന് ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മുടെ പൊരിച്ച് മാറ്റി വെച്ചേക്കണ സവാള ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബീഫ് ബിരിയാണി അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ വീഡിയോസൊക്കെ കാണുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കീപ് വാച്ചിങ്. താങ്ക് യു.